എന്റെ മകൻ നിന്നെ തല്ലിയെന്നോ? ഞാൻ വിശ്വസിക്കില്ല. എന്റെ മകനെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത്. അവൻ അങ്ങനത്തെ ഒരാളും അല്ല. എനിക്ക് തോന്നല്ല അത് നല്ലത്. അമ്മയ്ക്ക് ഇതെങ്ങനെ പറയാൻ തോന്നുന്നേ? എന്റെ മുഖത്ത് ഈ പാട് കണ്ടിട്ട് അമ്മയ്ക്ക് തന്നെ പറയാൻ തോന്നണല്ലേ? എന്നെ അത്രയ്ക്ക് അടിക്കുന്നുണ്ട്. എനിക്ക് വയ്യത് സഹിക്കാൻ. ഞാൻ ആരുടെയും ചെണ്ടയൊന്നുമല്ല. ഭാര്യന്ന് വെച്ച് എല്ലാ തല്ലുകൊള്ളുടെ ആവശ്യം എനിക്കില്ല. അഥവാ അത്രയും പാവ പിടിച്ച എന്റെ മോൻ നിന്നെ തല്ലുന്നുണ്ടെങ്കിൽ നിന്റെ കുഴപ്പം കൊണ്ടാ, വേറെ ആരുടെ അല്ല, നിന്റെ കുഴപ്പം കൊണ്ടാ. നീ ചെയ്യുന്നതിനും പിടിക്കുന്നതിനും എന്തെങ്കിലും അവൻ അത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും. ഞാൻ അപ്പോഴേ പറഞ്ഞ അവൻ്റെ അടുത്ത് ഈ കല്യാണം വേണ്ട വേണ്ടെന്ന്. അപ്പൊ അവനായിരുന്നു നിർബന്ധം ഈ കല്യാണത്തിനോട്. എന്നിട്ടൊരു അവന് ജീവൻ നശിപ്പിക്കാൻ വേണ്ടി അവൻ തല്ലെന്ന് പറഞ്ഞ് നാട്ടുകാരോടൊപ്പം പറഞ്ഞു നടക്കാൻ പോവാ അവള്. അമ്മ, അതും എൻ്റെ കുറ്റമായില്ലമ്മേ. ചായക്ക് പകരം കുറഞ്ഞാലും കറിക്ക് ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും അവിടെ ഇച്ചിരി പൊടി കണ്ടാലും ഷർട്ടിന് ഇച്ചിരി ചുളിവ് കണ്ടാലും ഒക്കെ പിടിച്ച് തല്ലുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടാ അല്ലേ? അത് ചെന്ന് ക്ഷമിച്ച് മര്യാദക്ക് സംസാരിച്ച് ഇരിക്കാത്ത പ്രശ്നമല്ലേ ഉള്ളൂ. ചേട്ടൻ്റെ കുഴപ്പമല്ല, എല്ലാം എൻ്റെ കുഴപ്പമാണ്. ഞാനാണ് എല്ലാവരുടെയും പ്രശ്നം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാത്തതിൻ്റെയും എൻ്റെത് കുഴപ്പമാണ്. അല്ലാണ്ട് എനിക്കുണ്ടാവുന്ന വിഷമോ ദുരിതമോ ഒന്നും ആർക്കും ഒരു പ്രശ്നമല്ല. സ്വന്തം മകനെ ന്യായീകരിക്കാൻ അമ്മ ഇങ്ങനെ സംസാരിക്കണ്ടല്ലോ. നിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും അവൻ തല്ലുതേ. തല്ലുണ്ടെങ്കിൽ അങ്ങ് സഹിച്ചോ. അതുകൊണ്ട് എന്നോടൊന്നും പറയണ്ട. ഞാൻ ഇത് പറഞ്ഞ് അവനോട് ചോദിക്കാനും പോകുന്നില്ല.